മുന്നറിയിപ്പൊന്നുമില്ലാതെ സർവീസ് റോഡ് അടച്ച് അറ്റകുറ്റപ്പണി തുടങ്ങിയതിനെ തുടർന്ന് വടകര നഗരത്തിലും ദേശീയപാതയിലും കനത്ത ഗതാഗത കുരുക്ക്. പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ലിങ്ക് റോഡ് ജംഗ്ഷൻ വരെയുള്ള സർവീസ് റോഡാണ് തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ കരാറുകാർ അടച്ച് പണി ആരംഭിച്ചത്. ഞായറാഴ്ച ഒഴിവു ദിവസമായിരുന്നിട്ടും യാതൊരു പ്രവൃത്തിയും നടത്താതെ തിങ്കളാഴ്ച രാവിലെ ഓഫീസ് ജീവനക്കാരും സ്കൂൾ കുട്ടികളും യാത്ര തിരിക്കുന്ന തിരക്കേറിയ സമയത്ത് റോഡ് അടച്ച് പണി ചെയ്തതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. പോലീസിനെയോ മറ്റ് അധികൃതരെയോ മുൻകൂട്ടി വിവരം അറിയിക്കാതെയായിരുന്നു റോഡ് അടച്ചിടൽ. കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട ഭാരം കയറ്റിയ ലോറികളും ബസ്സുകളും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകാൻ മാർഗമില്ലാതെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടെ രണ്ട് വശത്തേക്കുമുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. തുടർന്ന് കുരുക്ക് കരിമ്പനപാലം വരെ നീണ്ടു. കരിമ്പനപാലത്ത് നിന്ന് എടോടി വഴി പഴയ ബസ് സ്റ്റാൻഡിലൂടെ കണ്ണൂർ ഭാഗത്തേക്ക് പോകാൻ വാഹനങ്ങൾ ശ്രമിച്ചതോടെ എടോടി ജംഗ്ഷനിലും ഗതാഗതം സ്തംഭിച്ചു. യാത്രക്കാരും നാട്ടുകാരും പ്രതിഷേധിച്ചതിനെ തുടർന്ന് പണി താൽക്കാലികമായി നിർത്തിവെക്കുകയും വാഹനങ്ങൾ പഴയതുപോലെ കടത്തിവിടാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു.